ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ദിവ്യ പദ്ധതിയാണ് ഡിവൈൻ റിവേഴ്സൽ. ഇതേപ്പറ്റി യെശയ്യാ പ്രവചനത്തിലെ പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമാണ്. 61-ാം സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ട് പിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ അവസ്ഥകൾ മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും. ഈ സത്യം പ്രതിസന്ധികളിൽ നമ്മൾ ഒരിക്കലും മറക്കരുത്. നിരാശയുടെ താഴ്വരയെ പ്രത്യാശയുടെ പൂന്തോട്ടവും, വിലാപത്തെ നൃത്തവും, ശൈത്യകാലത്തെ വസന്തകാലവും, കലാപത്തെ സമാധാനവും, കുരിശിനെ നിത്യരക്ഷയുമാക്കുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത യാതൊരു കാര്യവും ഇല്ല. സാധ്യതകളുടെ തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിയുന്ന വിസ്മയ മാറ്റങ്ങളിൽ ചിലതിനെപ്പറ്റി ഈ പ്രവചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. 1. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ദുഷ്പേര് മാറ്റുവാൻ ദൈവത്തിന് കഴിയും. മോശയ്ക്ക് രക്തക്കറ പുരണ്ട ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഒരു അഭയാർത്ഥിയായിട്ടാണ് അദ്ദേഹം മരുഭൂമിയിൽ എത്തപ്പെട്ടത്. എരിയാതെ കത്തുന്ന മുൾപടർപ്പിൽ വെച്ച് ദൈവം മോശയെ ഇസ്രായേൽ മക്കളുടെ വിമോചകനായി നിയമിച്ചു. ദൈവം ഒരു കൊലപാതകിയെ മെസ്സഞ്ചറാക്കി. പുറപ്പാട് 3-ാം അധ്യായം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളിച്ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഇതിന് ഒരടയാളം ഞാൻ നിനക്ക് തരാം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ദൈവം ഉന്നത നിയോഗത്തിന് വിളിക്കുമ്പോൾ നമ്മുടെ പരിമിതികളുള്ള കഴിഞ്ഞ കാലം അയോഗ്യതയായി കാണാറില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആരും ഇപ്പോഴത്തെ നിയോഗങ്ങളിൽ എത്തുമായിരുന്നില്ല. ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയും എന്നതാണ് രണ്ടാമത്തെ കാര്യം. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് പഴയ നിയമത്തിലെ ജോസഫിന്റെ ജീവിതം. പൊട്ടക്കുഴിയിൽ നിന്ന് കാരാഗൃഹത്തിലേക്കും അവിടെ നിന്ന് കൊട്ടാരത്തിലേക്കും ദൈവം കൈപിടിച്ചു നടത്തിയ ജീവിതമായിരുന്നു ജോസഫിന്റേത്. പ്രതികൂല സാഹചര്യങ്ങളിലെ
ജീവിതം തുടരുമ്പോഴാണല്ലോ അനുഗ്രഹത്തിന്റെ വിശാല രാജകീയ പാത ദൈവം ജോസഫിന് തുറന്നു കൊടുത്തത്. ദൈവം ജോസഫിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുകയായിരുന്നു. അവന്റെ കഴിഞ്ഞകാല ജീവിത പരീക്ഷണങ്ങൾ വാസ്തവത്തിൽ ദുരന്തങ്ങളായിരുന്നില്ല, ദൈവത്തിന്റെ ദിവ്യ പരിപാലനത്തിന്റെ വഴികളായിരുന്നു എന്ന് പിന്നീട് ജോസഫ് സാക്ഷ്യം പറഞ്ഞു. ഉൽപ്പത്തി 50-ാം അധ്യായം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. അവഗണനയുടെയും കഷ്ടപ്പാടിന്റെയും അപമാനത്തിന്റെയും മണ്ണിൽ ദൈവം ജോസഫിനെ നട്ടു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സമയത്ത് സേവനത്തിന്റെ സുഗന്ധം പരത്തുന്ന പനിനീർ പുഷ്പമായി അവൻ വിരിഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യം ഇപ്പോൾ എത്ര ദയനീയമാണെങ്കിലും ദൈവത്തിന് അതിനെ സമുന്നതമാക്കി മാറ്റുവാൻ കഴിയും. ഡിലേ ഈസ് നോട്ട് ഡിനയൽ. വാട്ട് വാസ് മെന്റ് ടു ബ്രേക്ക് യു വിൽ ബ്ലെസ് യു. ദൈവത്തിന് നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ കഴിയുമെന്നതാണ് മൂന്നാമത്തെ കാര്യം. പഴയ നിയമത്തിലെ രൂത്തിനും നവോമിക്കും ഭർത്താവ്, ഭവനം, പ്രതീക്ഷ തുടങ്ങിയവയെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ജീവിതം കയ്പ് നിറഞ്ഞതായി തീർന്നുവെന്നാണ് നവോമി പറയുന്നത്. രൂത്ത് 1-ാം അധ്യായം. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനാണ് എന്നെ നവോമി എന്ന് വിളിക്കുന്നത്? രൂത്തിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ എല്ലാ വാതിലും അടഞ്ഞപ്പോഴാണ് ബോവസുമായുള്ള ഉടമ്പടി ബന്ധം ദൈവം അവൾക്ക് ഒരുക്കിക്കൊടുത്തത്. അത് അവളുടെ ജീവിതത്തിലെ ദുരന്തങ്ങളുടെ കയ്പ് വിശുദ്ധ വംശാവലിയിലെ കണ്ണി എന്ന അവകാശമാക്കി മാറ്റി, മാറയെ മധുരമാക്കി. രൂത്ത് ദാവീദിന്റെ വലിയ മുത്തശ്ശിയായി. ദൈവം നവോമിയുടെ സഹനകാലം അനുഗ്രഹകാലമാക്കി മാറ്റിയപ്പോൾ ജനം അവളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. 4-ാം അധ്യായം. അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആ അവകാശി ഇസ്രായേലിൽ പ്രശസ്തി ആർജിക്കട്ടെ. നമ്മുടെ ജീവിത തിരക്കഥയിലെ ദുരന്ത അധ്യായങ്ങൾക്ക് ശേഷം പ്രമോദവും പ്രത്യാശയും എഴുതി ചേർക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവം എഴുതിയത് ആർക്കും തിരുത്തി എഴുതാൻ കഴിയില്ല. അവസാനമായി അസാധ്യ കാര്യങ്ങളെ സാധ്യതകളാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്നാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. റോമ സംസ്കാരത്തിൽ ക്രൂശ് ലജ്ജയുടെയും ശാപത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ ചിഹ്നമായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ ദൈവം അതിനെ രക്ഷയുടെ വാതിലാക്കി. അങ്ങനെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ
നീതിമാന്റെ ക്രൂശീകരണം മനുഷ്യരാശിക്കുള്ള പ്രത്യാശയാക്കി ദൈവം മാറ്റി. 1 കൊരിന്ത്യർ 1-ാം അധ്യായം. നാശത്തിലൂടെ നടക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ നടക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു. ദൈവത്തിന്റെ ഡിവൈൻ റിവേഴ്സലിനെ പറ്റി 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ദുഷ്പേര് മാറ്റുവാൻ ദൈവത്തിന് കഴിയും. 2, ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയും. 3, ദൈവത്തിന് നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ കഴിയും. 4, അസാധ്യ കാര്യങ്ങളെ സാധ്യതകളാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ജീവിതത്തിലെ അവസ്ഥകൾ മാറ്റുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ, വാതിൽ അടഞ്ഞു തന്നെ കിടക്കുമ്പോൾ, മടുപ്പും നിരാശയും നമ്മെ കീഴടക്കുവാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ ആദ്യ സ്നേഹവും വിശ്വാസവും തണുത്തു പോകാതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം. ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ദൈവത്തിന്റെ ഉപാധികളില്ലാത്ത സ്നേഹം എന്നും എപ്പോഴും ജീവിത അവസാനം വരെയും നമ്മോടൊപ്പമുണ്ടായിരിക്കും. തക്ക സമയത്ത് സഹായത്തിന്റെ കരങ്ങൾ നമുക്ക് നീട്ടിത്തരും. മോശ മുതൽ രൂത്ത് വരെയും ജോസഫ് മുതൽ ക്രിസ്തു വരെയുമുള്ള ബൈബിളിലെ വിസ്മയ സംഭവങ്ങൾ ദൈവം ചരിത്രത്തിലും വ്യക്തിജീവിതത്തിലും നടത്തിയ അത്ഭുത മാറ്റങ്ങളുടെ വിവരണങ്ങളാണ്. ഈ സംഭവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കും. പ്രതികൂല കാലങ്ങളെ അനുകൂല കാലങ്ങളാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തെ ദൈവം എപ്പോഴും പുനർസംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും തുടരും. നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത്. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. കത്തിക്കരിഞ്ഞുപോയ സ്വപ്നങ്ങളിൽ നിന്ന് പ്രത്യാശയും ദുഃഖത്തിൽ നിന്ന് ആനന്ദവും പരിമിതികളിൽ നിന്ന് പരിപൂർണതയും സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിച്ചും സമർപ്പിച്ചും പ്രിയമുള്ളവരെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കാനുള്ള ശക്തിയും ദീർഘക്ഷമയും കാണാതെ വിശ്വസിക്കുവാനുള്ള കൃപാവരങ്ങളും നൽകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.